മോനെ നീ അവിടുന്ന് പുറത്തിറങ്ങി എന്നാലേ. ഗ്രൗണ്ട് അറ്റാക്ക്. കുടുങ്ങി. സ്കൂളിലും ബെല്ലടിക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഒന്ന് ഗിയർ അപ്പ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. യെസ്, നമ്മൾ കുറച്ച് ഗിയർ അപ്പ് ആയി. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേ നിൽക്കുന്നു എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയ ബേസ് ഉണ്ടാക്കി, അത് ചെറിയൊരു ബേസ് നമ്മളിത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ഏരിയ പ്ലസ് ഒരു അക്വേറിയം കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ പോലെ. ഈ അക്വേറിയത്തിൽ എന്തെങ്കിലും മീൻ ഇടണമെന്നുണ്ടെങ്കിൽ ഏത് മീൻ ഇടണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ട്രോപ്പിക്കലൊന്നും പറയരുത്. അവിടെ ആയിട്ട് സാൽമണും പിന്നെ 1-2 മീനുകളൊക്കെയാണ് ഉള്ളത്. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏതായിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെൽഫ് ഉണ്ട്. ഇവിടെ ഓരോരോ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം, തിരിച്ചു വെക്കാം. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ 2-3 ചെസ്റ്റ് വെച്ചു. പിന്നെ ഇവിടെ മറ്റൊരു എൻട്രൻസ്, ഇത് കൂടെ നമുക്ക് ഇറങ്ങാം. ആൻഡ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബെഡ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പിന്നെ ഒരു മിനി ബാൽക്കണി. ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ഇതിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ബേസ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലോട്ട് പോകണം. അതാണ് നമ്മുടെ ഫെറോസിനെ കൊല്ലാനായിട്ടൊക്കെ ഇപ്പൊ ഇത്ര കിട്ടിയിട്ടുള്ളൂ. ഞാൻ അധികം ലൂട്ടിന് നിന്നിട്ടില്ല, കുറച്ച് ലൂട്ടിന് നിന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയപ്പോൾ ചത്തുതേ. അവിടെ പോയ സമയത്ത് ചത്തു. ഒരു കേവ്, ഒരു സോംബി കേവ്. അവിടെ നിന്ന് ചത്തോടെ ഞാൻ നേരെ സ്പോണിൽ പോയി. അവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്ന സമയത്ത് പല സാധനങ്ങളും ഞാൻ കണ്ടു. അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, മാപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു വേവ് സ്റ്റോണ്, പിന്നെ ഒരു 2 ഏരിയ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ നമുക്ക് പോകാനായിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്, എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫെറോസിനെ കൊന്ന ശേഷം ഇവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് വുഡ് സാധനങ്ങളൊക്കെ വേണം, സ്റ്റോൺസ് വേണം, പിന്നെ കുറച്ച് വുഡ്സ് വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു സോഡ് മതി അല്ലേ, ഒരു ഡയമണ്ട് സോഡ് മതി. അത് ആക്സ് ആക്കണം, ഡയമണ്ട് ആക്സ് ആക്കാം അല്ലേ. ഡയമണ്ട് ആക്സ് മതി. ഞാൻ പിന്നീട് റിഗ്രറ്റ് അടിക്കും എന്തോ. പിന്നെ ബാക്കി അയൺ വെച്ചിട്ട് എനിക്കൊരു ചെസ്റ്റ് പ്ലേറ്റ്, അത് സെറ്റാണ്. പിന്നെ ഹെൽമെറ്റ് എനിക്ക് വേണമെന്നില്ല, ഹെൽമെറ്റ് വേണ്ട. പിന്നെ ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പം നൈറ്റ് ആവുന്നവരെ നിൽക്കാം. ആൻഡ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ 17 ദിവസം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. 17 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത്ര അധികം കുഴപ്പമില്ലാത്ത രീതി ഗിയർ അപ്പ് ആയി. അതേപോലെ നല്ല രീതിയിലുള്ള ഒരു ബേസ് സെറ്റ് ചെയ്തു, ഇന്റീരിയർ ഒക്കെ ചെയ്തു, ഒരു അക്വേറിയം ഉണ്ടാക്കി. നൈസ്, ഒന്നും പറയാനില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി. ഈ ഫെറോസിനെ കൊല്ലാൻ അത്ര പണിയൊന്നുമില്ല, സിമ്പിളാണ്. അവന്റെ ഒരു മൂവ്മെന്റ് ഉണ്ട്, ആ മൂവ്മെന്റിനനുസരിച്ചിട്ട് നമ്മൾ നീങ്ങിയാൽ മതി. അതിനാണെങ്കിൽ ഇവനെ സുഖമായിട്ട് കൊല്ലാനായിട്ട് പറ്റും. ഫെറോസ് മനി ആക്ച്വലി ചെറിയൊരു പേടിയുണ്ട്. പേടിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ല. ഇത്രക്കായിട്ട് ഈ പന്നി അനങ്ങിയില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ പോവാ. ഷെർമാൻ മോനെ സുഖമല്ലേ? ഒരു അയൺ ഇങ്കട്ട് റോ അയൺ കൊടുത്താ 2 അയൺ ഇങ്കട്ട് തരും. പിക്കാക്സ് കൊടുത്താ ഫോർച്യൂൺ 3 കൊടുത്താ ഫോർച്യൂൺ 4 ആക്കി തരും. ചാനെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നീ എങ്ങോട്ട് പോകരുതേ. ഞാൻ ആദ്യം ഫിറോസിനെ കൊന്നോട്ടെ. ഫിറോസിനെ ഉണർത്താം. എന്താടാ വീശുന്ന സമയത്ത് മാറിക്കണം കേസ്. ഫിറോസ ഷെർമാനെ മാറിക്ക്. കൊണ്ട് എടാ ദുഷ്ട, ആ ചെറുക്കനെ കൊന്നല്ലേ നീ. അവൻ കൊണ്ട് സ്റ്റക്കായ. യെസ്, വീശടാ എടാ വീശടാ. ഗ്രൗണ്ട് അറ്റാക്ക്. കൊണ്ടില്ല കൊള്ളൂല്ലെന്ന് എനിക്ക്. ഇവനെ കൊല്ലാൻ ആർമറും കോപ്പൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കൊല്ലാൻ ആക്ച്വലി ആർമറും ഇതൊന്നും വേണ്ട, കുറച്ചൊരു ഐഡിയ മാത്രം മതി. എന്നിട്ട് വട്ടം കറക്കണം. இந்த வாட்டி மிஸ்ஸே ஆகாது.
അവിടെ നിന്ന് തിത്തിത്താര കളിക്കുന്ന എന്താന്ന് ചോദിക്കാൻ വന്ന അവൻ എന്താ അവിടെ നിന്ന് കളിക്കുന്നു? ആ ഇറങ്ങി 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 ചെന എനിക്കറിയാം നിനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെന്ന്. നിന്നെ കൊല്ലണോടാ, അതാടാ എന്റെ ചലഞ്ച്. ഹൾക്ക് സ്മാഷ് അത് വേണ്ടട്ടാ. എടാ മോനെ നീ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് നിൽക്ക്. അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. പറ്റിക്കേ ഞാൻ ഇങ്ങോട്ട് പോവല്ലോ. എടാ പോടാ. അതന്നെ കളി ആടാ. എടാ അയൺ സോഡ് തന്നെ മതിടാ, ഡയമണ്ട് ഒന്നും വേണ്ട. കണ്ട അടിക്കാൻ അറിയുന്നവനൊന്നും വേണ്ടത്. കുടുങ്ങി കുടുങ്ങി പകുതി ആയിട്ടോ. ഇനി ചാവരുതേ. സ്കൂളിലും ബെല്ലടിക്കുന്ന പോലെ. എന്ത് തെറ്റി പോവാണോ? എന്ത് എന്ത് OTP വരും? 7902 IQ OTP വരുമല്ലോ. കാശ് കൊടുത്താ പോവും. എടാ ഇപ്പൊ വീണ്ടും തെറ്റിപ്പോയി നിക്കണ്ട മോനെ. ഞാൻ ഒന്നും ചെയ്യൂല. എന്നെ കൊന്നിട്ട് വേണം എനിക്ക് വേറെ കസാര ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ കസാരയുടെ റെസിപ്പി ഉണ്ട് ബ്രോ. ആ എടാ പക്ഷെ കറക്റ്റ് കൊണ്ടു കേട്ടാ. പകുതി വരെ കൊണ്ടുപോകുന്നുണ്ട്. അതന്നെ കളി. യെസ് കിട്ടിയടാ കിട്ടിയടാ. അയ്യോ എനിക്ക് കിട്ടി. അങ്ങോട്ട് പോവല്ലേ, ഇവിടെ വാ. എടാ അവന്റെ റീചാർജ് സ്റ്റേഷൻ വല്ലതും അവിടെ പോണ ഇടയ്ക്കിടയ്ക്ക്. എടാ പൊട്ടാ പോടപ്പാ, നീ അവിടെ ആ മൂലയെ പോയിന്നടാ. ഞാൻ അവിടുന്ന് അടിച്ച ഉറപ്പായിട്ട് അവൻ ചത്തില്ലെങ്കിൽ തിരിഞ്ഞിന്ന് ഒരൊറ്റ വീശായിരിക്കും അവൻ. അപ്പൊ ഞാൻ ചാവും. അപ്പൊ ഇപ്പൊ ചെയ്തത് നമ്മൾ വീണ്ടും ആദ്യം മുന്നിൽ ചെയ്യണം. നീ ആ മൂലയെ പോവല്ലേ ബ്രോ. എന്താ കിട്ടിയേ? ദേ അവന്റെ ഹെൽമെറ്റ്, അവന്റെ സോഡ് അല്ല അവന്റെ ആക്സ്. ഓ ആക്സ് ഓഫ് 1000 മെറ്റൽസ്. എടാ ഓന് നിക്ക് നോക്ക്. ഞാൻ ഒന്ന് കഷ്ടപ്പെട്ട് ഒരു 3-4 തവണ നമ്മൾ ചാവേണ്ടി വന്ന്. എന്നാലും കുഴപ്പമില്ല, കിടിലൻ സാധ്യത. ഇത് നമുക്ക് നമ്മുടെ വെയർ ഹൗസ് ആക്കിയാലോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റാച്ചു എല്ലാം പണിയാൻ കേട്ടാ. ഈ തലയൊക്കെ വെച്ചിട്ട് അതിനെന്തെങ്കിലും ഓപ്ഷൻ നോക്കാം. നമ്മളൊരു ചെറിയ മെയ്ഡ് ഈ സ്റ്റേറിയ ഒന്നല്ല, എല്ലാരും കളിച്ച് കൊന്ന തന്നെ. എന്നാലും നമ്മൾ കളിച്ചിട്ട് കൊന്നല്ലോ. അപ്പൊ ആ ഒരു ഇതില് നമുക്കത് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഹെൽമെറ്റ് കിട്ടി, അതിന്റെ ആക്സും കിട്ടി. ഈ ആക്സിന്റെ എടാ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ല ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്താ കണ്ടാ ഒറ്റ വെട്ടിന് എല്ലാത്തിനെയും കൊല്ലാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്ത് റെയ്ഡിന് പോയാലോ. ഇനി ഇതും വെച്ചിട്ട് തന്നെ, ഈ സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് ഇനി റെയ്ഡിന് പോവാം. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, സെറ്റാണ്. അപ്പൊ എന്റെ വീടിന്റെ കോർഡിനേറ്റ്സ് ആ വീഡിയോയിൽ ഉണ്ടാവും. ഞാൻ ഇനി ഇങ്ങനെ മറന്നുപോയാൽ അതിനെടുക്കാം. ഇനി ഈ സൈഡിലായിട്ട് ഒരു ഇതുണ്ട്. അതെ അത് ഞാൻ പോയതാ. ഇത് അതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലായില്ല. വുഡ്ലൻഡ് മാൻഷൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പോയാൽ തന്നെ അത് മനസ്സിലാവും. ഇതെന്താ സാധനം? മാൻഷൻ ആണോ? പണി കിട്ടുന്ന സ്ഥലം തന്നെയാണ്. റെസ്പോൺസിബിലിറ്റി. അയ്യോ അറിയാതെ അടിച്ചതാ. എടാ വഴി കൂടെ പോണ റാക്കൂണിന്റെ കയ്യിൽ നിന്ന് തല്ലുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തേക്കാൾ മോശം. ഓക്കെ, റെസ്പോൺസ് സെറ്റ് ആണ് മച്ചാൻസ്. ആടാ ഇതിട്ടോണ്ടാണോ എനിക്കിതാവതില്ല. നെവർ ബ്രേക്സ്. മോനെ എനിക്ക് നിന്റെ വീടൊന്നും വേണ്ടേ? ചൂടാവല്ലേ ബൈ. കഴിഞ്ഞ അത്രേ ഉള്ളൂ. എടാ ഇപ്പൊ നമ്മൾ അൺഡിഫീറ്റബിൾ ആയ. ഇതിലെ ആൾക്കാര് വരട്ടെ. കണ്ടാ പിന്നെ അടിക്കാൻ പറ്റില്ലടാ എന്നെ. വെറുതെ അടിക്കാൻ പറ്റുന്നില്ല. എടാ ഞാൻ അൺഡിഫീറ്റബിൾ ആയി ഗൈസ്. എടാ ഫിറോസിനെ കൊന്ന എനിക്ക് നിന്നെ കൊല്ല എന്തേലും പണി ഉണ്ടോടാ പൊട്ട. നെയിം ടാഗ് കിട്ടി അതും കിട്ടി. ഏയ് കഴിഞ്ഞ എത്ര പേരാ ഉള്ളേ? 100 പേരോ 1000 പേരോ വരാൻ പറടാ. ഓ നിന്റെ മാജിക്ക്. മോനെ ഇറങ്ങിപ്പോ. എർനെസ്റ്റ് ഗോ ബഡി, നീ പോയിട്ടോ. മോളിക്ക്
എടാ മോളിൽ ചിലപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അവരെ രക്ഷിക്കണ്ടേ. 2 നെയിം ടാഗ് കിട്ടി. പടക്കം പൊട്ടിച്ചവൻ, പക്ഷെ അവൻ ചത്തുണ്ടാവും. സമ്മതിച്ചെന്നറി, നീ വലിയ സംഭവം തന്നെ. അത് അധികം നേരം ഉണ്ടാവില്ല എന്നുള്ളു. ഇല്യൂഷനറി ഡസ്റ്റ്, മായാജാല പൊടി എന്നൊക്കെ പറയും. വലിയ സാധനമൊന്നും ഇല്ല. ലൈക്ക് എന്നെ പോലൊരു വാറിയറിനെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടോ? അതില്ല. മോശമായി, ഭയങ്കര മോശമായി പോയി. 20 days അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്വന്തം വിജയം, നമ്മുടെ മാത്രം വിജയം. 20 days നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വിജയം. ഇതിൽ ഈ റീപ്ലൈ മോഡും ഫ്രീ ക്യാമൊന്നും ഇല്ല, ഫോർജാണ്, വർക്കാവത്തില്ല. ഈ ഇംഗ്ലീഷുകാർ എനിക്ക് തോന്നുന്നു അവന്മാര് മറ്റേ സെർവർ ആയിരിക്കും. അവർക്ക് സെർവറൊക്കെ മേടിക്കാൻ തന്നെ സിമ്പിൾ പരിപാടിയല്ലേ. നമുക്കാണ് ഇവിടെ എത്തുമ്പോൾ സെർവറിന് 600 രൂപ മാസം. അവർക്ക് സുമാർ ഒരു $5-6. സീരിയസ് ആയിട്ട് $5-6 അവർക്ക് നല്ല സെർവർ കിട്ടും. ശരിയാണ്, $6 എന്ന് പറയുമ്പോൾ 600 കണക്കൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ അവർക്ക് $6 കിട്ടാൻ വലിയ പണിയില്ല. പക്ഷെ നമുക്ക് 600 രൂപ കിട്ടാൻ ഭയങ്കര പണിയാണ്. ഒരു ദിവസം പോലും 600 രൂപ കിട്ടൂല. ഒരു ദിവസം പണിക്ക് പോയാൽ 200 രൂപ. അതിന് 3 ദിവസം പണിക്ക് വേണം 600 രൂപ. ഇതാ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ബ്രോക്കൺ ബ്രിഡ്ജ് ആണ്, പൊളിഞ്ഞടക്കുന്ന ബ്രിഡ്ജ്. ബേസിക്കലി ഒന്നും തന്നെ ഇല്ല സത്യം പറഞ്ഞ. നിഴലോക്ക്, എന്റെ നിഴൽ കണ്ടിട്ട് എനിക്ക് എന്റെ രോമാഞ്ചം വരും. ആഹാ പാലം കയറി വന്നതിന് ഗുണമുണ്ടായി. എടാ ഇവനിന്ന് അടിക്കാൻ പറ്റണ്ടാ, കണ്ടാ? മറ്റവന്മാർക്കൊന്നും എന്നെ അടിക്കാൻ പറ്റില്ല. അവന്മാർ ചിലപ്പോ തലക്കായിരിക്കും ഗെയിം ചെയ്യുന്നുണ്ടാവുക. എടാ സോബീസ് ചെയ്യുന്നതാണോ ഫർണസൊക്കെ. ഇത് വെച്ചിട്ടും കാര്യമില്ല ഒന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ സ്പോൺ ആവും ഇവന്മാര്. എന്റെ ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാ. ഈ സ്പോണറിന്റെ അടുത്ത് ടോർച്ച് വെച്ചാലും ഇവന്മാര് സ്പോൺ ആവുന്നുണ്ട്. ഓക്കെ, നെയിം ടാഗ് ഏൻഷ്യന്റ് ടോം, അൺബ്രേക്കിംഗ്, മാക്സ് മനസ്സിലാവുന്നില്ല. പിന്നെ റോപ്പൊക്കെ ഉണ്ട്. സാഡില് കിട്ടി. എടാ ടോട്ടം ഓഫ് ഇല്യൂഷൻ അത് കിട്ടി നമുക്ക്. അതിന്റെ ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതായത് ഈ ടോട്ടം വെച്ച് നമ്മൾ ചത്ത് കഴിഞ്ഞാണ്ടല്ലോ, ചാവില്ല, നമ്മളത് ടോട്ടം യൂസ് ആവില്ല. ആ യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു 5-8 സാധനങ്ങൾ ഇങ്ങനെ ചുറ്റും നിൽക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്കാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന എനിമി ആ ഇല്യൂഷൻ അടിച്ചുകൊണ്ടിരിക്കും കുറച്ചു നേരത്തേക്ക്. അതാണ് ഈ ടോട്ടം ഓഫ് ഇല്യൂഷൻ കൊണ്ടുള്ള ഒരു. നമ്മൾ ചോപ്പ് എഡിഷൻ കളിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു വലിയ സ്കെൽറ്റൻ വന്ന എപ്പിസോഡ് ഉണ്ടല്ലോ, ആ എപ്പിസോഡിനകത്ത് ഈ സാധനം യൂസ് ആയിട്ടുണ്ട്. അവിടെ വേറെ വീട് കാണുന്നു, നീ നോക്ക് അങ്ങോട്ടേക്ക് പോകും. അവിടെ ഉള്ള ഒരു സമാധാനം കെടുത്താം അല്ലേ. നമ്മൾ പോകുന്നു, സമാധാനം കെടുത്തുന്നു, പോരുന്നു. അതാണ് നമ്മുടെ ഒരു അതാണ് ആ വെള്ളത്തിന് നടുക്കുള്ളത്. വിച്ച്ഹട്ടാന്ന് തോന്നുന്നല്ലേ, ആയിരിക്കും വിച്ച്ഹട്ട് തന്നെ ആയിരിക്കും. ഇത് താഴെ ബാരലൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് കൊള്ളാം. ഇവിടെ ഏതോ ഒരു മീൻപിടുത്തക്കാരന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ കുക്കിംഗ് റൈസാ, കുക്ക്ഡ് റൈസ്. ഇവിടെ ബോൾ വെച്ചു കൊടുക്കണം. എന്റെ മോനെ, പിന്നെ എന്റെ ഹങ്കർ ഇല്ല. അടിപൊളി. എടാ ഇരിക്കുന്ന നോക്കടാ, ഏതോ പാചകക്കാരന്റെ വീടാടാ. കെൽപ്പൊക്കെ ഇരിക്കുന്നുണ്ടാ, റൈസ് ഇരിക്കുന്നു. മാൻ, എന്തായാലും വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു വന്ന്. ഇവിടേക്ക് നമുക്ക് പിന്നെ വരാം ചോറിടുകാനായിട്ട്. ആൻഡ് ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകും? അടുത്ത ലൊക്കേഷൻ. വി നീഡ് അവർ നെക്സ്റ്റ് ലൊക്കേഷൻ. ഇത് ഒഴിവാക്കുക, ഇത് നമ്മൾ കവർ ചെയ്തു. എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഇതാണ്. ഫിറോസേ നീ തീർന്നടാ. എത്തി. അപ്പൊ ഇവനെ ഉണർത്താല്ലേ ഇനി? ഇവനെ ഉണർത്തി നമുക്ക് ഇനി ഇവനെ കൊല്ലണം. അച്ഛനെ എന്തേലും ഉണ്ട് കേട്ടാ സാധനം. ഇപ്പൊ ഒരു മൂല പോയി കറങ്ങൂടാ. ഓടാ ലിഫ്റ്റ് ചപ്പ്. എന്റെ പൊന്നെ, എടാ കളി കഴിഞ്ഞ്. നിനക്ക് അതൊക്കെ തന്നെ പറ്റുള്ളൂ ബ്രോ. ബെല്ലടിച്ച് ഇങ്ങോട്ട്. എടാ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. ഇത് അവിടെ പോയി നിന്ന് ഞാൻ എന്ത് കാണിക്കാനാണ്? അവിടെ എന്തുണ്ടായി? അവിടെ ഞാൻ സ്റ്റക്ക്. അയ്യോ, എന്റെ അണ്ണാക്കി കേറി നിന്നിട്ടല്ലേ അങ്ങനെ വീശിയ. ഓടാ മോനെ, എന്റെ കയ്യിലുള്ള ഈ സാധനം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാള്. മൈൻക്രാഫ്റ്റ് തലപ്പത്തി ബ്രോ. അതെന്താ, അതെന്ത് കളി ബ്രോ? അത് കള്ളക്കളി. ചാവാറാകുമ്പോ നീ കള്ളക്കളി കളിക്കും. 3 പ്രാവശ്യമാണ് ഇപ്പോ മിസ്സാവുന്നത്.
അഗെയിൻ നമുക്ക് ഇത് കിട്ടി. ഈസി ഫോർ മീ ബിക്കോസ് ഐ എം മൈൻക്രാഫ്റ്റ് തലപതി. ഫിറോസ് ട്യൂനിങ് കൊന്ന് നമ്മൾ പുറത്തിറങ്ങി. ഫെറോസ് എന്തിനെങ്കിലും ഈസി ആയിട്ട് കൊന്നു. എന്റെ മോനെ എൻട്രൻസ് എവിടെ ഇതിന്റെ? കൊറേ ഒബ്സർവറും അതിന്റെ ഫേസ് മാറിയാ അത് ഫേസ് മാറിയുണ്ട്. അങ്ങനെ ഒരു വഴിയില്ല, ചുമ്മാ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിടുവോ, അതും ബെറ്റർ മൈൻക്രാഫ്റ്റിനകത്ത്. എടാ ഇവിടെ ഒന്നും ഇല്ല ആക്ച്വലി. ഇവിടെ കൊറേ ഇങ്ങനെ വെച്ചിട്ടുള്ളോണ്ടേ നമുക്കത് മനസ്സിലാവില്ല. സ്മിത്തിങ് ടെംപ്ലേറ്റ് തരൂ. അയൺ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 15 minutes later. ഞാൻ വലിയ ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷ വന്നാ ഒന്നും ഉണ്ടായില്ല ആക്ച്വലി. സോ അപ്പൊ ഇന്നത്തെ തമ്മില് ഫെറോസ് തന്നെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. കിടിൽ എപ്പിസോഡ്, ഒന്നും പറയാനില്ല. ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഹൈലി സാറ്റിസ്ഫൈഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ ഗൈസ്. ഒരാ പിടിച്ച് നിൽക്കുന്നത് നോക്ക്, ഏതാ ലുക്കല്ലേ, ഒന്നും പറയാനില്ല. സല്യൂട്ട് സിനിമ. ഓക്കെ, അപ്പുറത്തേക്ക് പോയി കാണാം. ടാറ്റ ബൈ ബൈ. ഇവിടെ നമുക്ക് സൂം വർക്കാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.